നമസ്കാരം സുഹൃത്തുക്കളെ, മീഡിയ പ്ലസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, നാളെ രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ ഈ ഭൂമിയിൽ നിങ്ങളൊഴികെ മറ്റൊരു മനുഷ്യനുമില്ല. മനുഷ്യരെല്ലാവരും പെട്ടെന്നൊരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായാൽ എന്ത് സംഭവിക്കും? അതൊരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ രംഗം പോലെ തോന്നാമെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ ഭൂമിക്കും നാം കെട്ടിപ്പടുത്ത ഈ വലിയ സാമ്രാജ്യങ്ങൾക്കും എന്ത് സംഭവിക്കുമെന്ന് നമുക്കതൊന്ന് കണ്ടു നോക്കാം. ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലോകം മുഴുവൻ ഇരുട്ടിലാകും. കൽക്കരിയിലും മറ്റും പ്രവർത്തിക്കുന്ന പവർ പ്ലാന്റുകൾ നിലയ്ക്കുന്നതോടെ വൈദ്യുതി പൂർണ്ണമായും ഇല്ലാതാകും. രാത്രികളിൽ തിളങ്ങി നിന്നിരുന്ന മഹാനഗരങ്ങൾ അന്ധകാരത്തിലാകും. ഇതിലേറ്റവും വലിയ ദുരന്തം നേരിടുക മനുഷ്യരെ ആശ്രയിച്ചു ജീവിക്കുന്ന വളർത്തുമൃഗങ്ങളും ഫാമുകളിലെ മൃഗങ്ങളുമായിരിക്കും. മനുഷ്യന്റെ സഹായമില്ലാതെ കൃത്യമായി ഭക്ഷണം ലഭിക്കാതെ ലക്ഷക്കണക്കിന് മൃഗങ്ങൾക്ക് ആദ്യ ആഴ്ചകളിൽ തന്നെ ജീവൻ നഷ്ടപ്പെടും. ദിവസങ്ങളും ആഴ്ചകളും കഴിയുന്തോറും കാര്യങ്ങൾ കൂടുതൽ ഭയാനകമാകും. ലോകമെമ്പാടുമുള്ള ആണവ നിലയങ്ങൾ മനുഷ്യന്റെ നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കുകയും അവയിലെ കൂളിംഗ് സിസ്റ്റം തകരാറിലാകുകയും ചെയ്യും. ഇത് ചെർണോബിൽ ദുരന്തത്തേക്കാൾ വലിയ നൂറുകണക്കിന് സ്ഫോടനങ്ങൾക്ക് വഴിവെക്കും. എന്നാൽ യഥാർത്ഥ വില്ലൻ അതല്ല. ലോകരാജ്യങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ആണവായുധങ്ങളും വൻകിട ആയുധപ്പുരകളിലെ സ്ഫോടക വസ്തുക്കളും അവിടെയുണ്ട്. കൃത്യമായ താപനിലയിലോ സുരക്ഷയിലോ അല്ലാത്തതിനാൽ അവ ഓരോന്നായി പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. ഇതിന്റെ ഫലമായി ഭൂമിയിലെ പല നഗരങ്ങളും ചാമ്പലാകും. അന്തരീക്ഷത്തിൽ വലിയ തോതിൽ റേഡിയേഷൻ പടരുകയും വലിയ കാട്ടുതീയുണ്ടാകുകയും ചെയ്യും. ഈ റേഡിയേഷൻ കാരണം പല ജീവിവർഗങ്ങൾക്കും വംശനാശം തന്നെ സംഭവിച്ചേക്കാം. ഈ വലിയ സ്ഫോടനങ്ങളിൽ നിന്നും റേഡിയേഷനിൽ നിന്നും ഭൂമി മുക്തമാകാൻ പതിറ്റാണ്ടുകൾ തന്നെ വേണ്ടിവരും. റേഡിയേഷൻ കുറയുന്നതോടെ പ്രകൃതി അതിൻ്റെ ഭരണം തിരിച്ചുപിടിക്കാൻ തുടങ്ങും. വാഹനങ്ങളും ഫാക്ടറികളും ഇല്ലാത്തതിനാൽ വായുമലിനീകരണം പൂർണ്ണമായും ഇല്ലാതാകും. നമ്മൾ ബഹിരാകാശത്തേക്ക് വിട്ട സാറ്റലൈറ്റുകൾ നിയന്ത്രിക്കാൻ ആളില്ലാതെ ഭൂമിയിലേക്ക് ഉൽക്കകളെപ്പോലെ പതിക്കാൻ തുടങ്ങും. നഗരങ്ങളിലെ കോൺക്രീറ്റ് കാടുകൾക്കിടയിലൂടെ യഥാർത്ഥ മരങ്ങൾ വളർന്നു തുടങ്ങും. കാട്ടിലെ വന്യമൃഗങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നഗരങ്ങളിലെ നിരത്തുകളിലേക്ക് ഇറങ്ങും. നൂറുകണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ ഈഫൽ ടവർ, ദുബായിലെ ബുർജ് ഖലീഫ പോലെയുള്ള കൂറ്റൻ ഇരുമ്പ് നിർമ്മിതികളും പാലങ്ങളും തുരുമ്പെടുത്ത് തകർന്നു വീഴും. നമ്മൾ ബാക്കി വെച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രമാകും അപ്പോഴും നശിക്കാതെ കിടക്കുക. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ മനുഷ്യൻ നിർമ്മിച്ചതിലെ ഏറ്റവും വലിയ അത്ഭുതമായ ഈജിപ്തിലെ പിരമിഡുകൾ പോലെയുള്ള കൽ നിർമ്മിതികൾ ഒഴിച്ചാൽ മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു എന്നതിൻ്റെ യാതൊരു അടയാളങ്ങളും ബാക്കിയുണ്ടാക്കില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ മനുഷ്യർക്ക് ജീവിക്കാൻ ഭൂമി കൂടിയേ തീരൂ. എന്നാൽ ഭൂമിക്ക് നിലനിൽക്കാൻ മനുഷ്യന്റെ യാതൊരു ആവശ്യവുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു അറിവ് നൽകിയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി മീഡിയ പ്ലസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.